300 മൈനസ് 5 മൈനസ് 0.2/0.16. നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ആദ്യം ഈ അംശം ചെയ്യുക. അംശം അതായത് 5 നിന്ന് 0.2 കുറയ്ക്കുക. 5 നിന്ന് 0.2 കുറയ്ക്കണമെങ്കിൽ നമ്മൾ 5.0 എന്നെഴുതണം. ഈ 0.2 എന്നെഴുതുമ്പോൾ അതിൻ്റെ ക്രമമായിട്ട് മുകളിൽ സംഖ്യ വരണമെങ്കിൽ 5.0 എന്നെഴുതി വയ്ക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇട്ടാലും അതിന് വിലയില്ല. അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ട സൗകര്യത്തിന് അങ്ങനെ എഴുതാം. 5.0 താഴെ 0.2 ഇനി കുറയ്ക്കുക. 2ഉം 8ഉം 10 ശിഷ്ടം 1 1ഉം 0 1 4 5 നമ്മൾ കുറയ്ക്കുമ്പോൾ 4.8 കിട്ടി. ഏത് 5 നിന്ന് 0.2 കുറച്ചു 4.8. അപ്പോൾ നമ്മളിവിടെ വില കൊടുക്കുകയാണ്. 300 കുറയ്ക്കണം. ഇത് കുറച്ച ഉത്തരം 4.8/0.16 അതിവിടെ എഴുതും. ഇനി നമ്മൾ ഈ 300 കുറയ്ക്കണം, അതുപോലെ ഇട്ടു. അതേപോലെ തന്നെ ഇത് ഹരിക്കുമ്പോൾ ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംശത്തിലാണോ ഛേദത്തിലാണോ ദശാംശം കൂടുതൽ? ഛേദത്തിലാണ് ദശാംശം കൂടുതൽ. എവിടെയാണോ ദശാംശം കൂടുതൽ ആ ദശാംശം നമ്മൾ ഒഴിവാക്കുക. എവിടെയാണ് അംശത്തിലോ ഛേദത്തിലോ എവിടെ ദശാംശം കൂടുതൽ വെച്ചാൽ ദശാംശം ഒഴിവാക്കിയ സംഖ്യ എന്ത് വരും? 16. അപ്പോൾ ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനം ഒഴിവാക്കി? ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനം. ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഒഴിവാക്കി. അപ്പോൾ അംശത്തിലും നമ്മൾ ഇവിടെ 2 സ്ഥാനം ഒഴിവാക്കിയ ഛേദത്തിലും അംശത്തിലും 2 സ്ഥാനം ഒഴിവാക്കണം. പക്ഷേ ഇവിടെ അംശം കഴിഞ്ഞിട്ട് ഒരക്കേ ഉള്ളൂ. അംശത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കേ ഉള്ളൂ. ഇവിടെ 2 അക്കം ഉണ്ടാകും കൊണ്ട് 2 ഒഴിവാക്കി. അത് 2 ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇവിടെ ഒരു 0 കൂടി ചേർത്താൽ 2 ആവും അല്ലേ? ഈ 0 ചേർത്താൽ നമ്മൾ 0ത്തിന് വില ഇല്ലേനും. എന്നാൽ ഇവിടെ 2 ഒഴിവാക്കിയ പോലെ ഇവിടെ 2 വരാൻ വേണ്ടി നമ്മളൊരു 0 ചേർക്കുന്നു. എന്നിട്ട് ദശാംശം കളയുക. അപ്പോൾ എന്ത് വരും? 480/16. അപ്പം 300 കുറയ്ക്കണം. ഇത് ഹരിക്കുമ്പോൾ 48 16 3 16 48 പിന്നെ ഒരു 0. 300 30 കുറച്ച ഉത്തരം 270. റൂട്ട് ഓഫ് 1.4641 എത്ര? 1.4641 വർഗ്ഗമൂലം കാണണം. ഒരു ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദശാംശത്തിൻ്റെ ഇടതുവശത്തുള്ള അക്കത്തിൻ്റെ വർഗ്ഗമൂലം കാണുക. ദശാംശത്തിൻ്റെ ഇടതുവശത്തുള്ള അക്കം അതിൻ്റെ വർഗ്ഗമൂലം 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ ഉത്തരത്തിൽ 1 പോയിൻ്റ് എന്നായിരിക്കണം ഉത്തരം. കാരണം ദശാംശത്തിൻ്റെ ഇടതുവശത്ത് 1 ആണ്, 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ ഉത്തരം 1 പോയിൻ്റ് എന്നായിരിക്കണം. ഇതിൽ നോക്കൂ, ഇത് 12.1, ഇത് 1.21, ഇത് 0.121, 12.01. അപ്പോൾ ദശാംശത്തിൻ്റെ ഇടതുവശത്ത് 1 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഉത്തരം 1.21. പൂർണ്ണവർഗം ഏത്? നമുക്ക് 1 2 3 4 എണ്ണം തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം എന്ന് കാണണം. അപ്പോൾ ഈ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗ്ഗമൂലം ഉള്ളത്. ഉദാഹരണം 25, 25ൻ്റെ റൂട്ട് 5, 36 അതിൻ്റെ റൂട്ട് 6, 49 അതിൻ്റെ റൂട്ട് 7 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെയാണ് നമ്മൾ പൂർണ്ണവർഗം എന്ന് പറയുക. കൃത്യമായ വർഗ്ഗമൂലമുണ്ട്. എന്നാൽ 50ന് കൃത്യമായ റൂട്ടില്ല. 50 ഏതെങ്കിലും ഒരേ സംഖ്യ 2 പ്രാവശ്യം കുടിച്ച് 50 കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊന്നും പൂർണ്ണവർഗ്ഗമല്ല. അപ്പോൾ നമുക്ക് ഇതിലേതാ പൂർണ്ണവർഗം നോക്കണം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ തരികയാണെങ്കിൽ, അതായത് കൃത്യങ്ക രൂപത്തിൽ തരികയാണെങ്കിൽ പൂർണ്ണവർഗം നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ സംഖ്യ പൂർണ്ണവർഗ്ഗമായിരിക്കണം. സംഖ്യയ്ക്ക് റൂട്ട് ഉണ്ടാവണം. 25 റൂട്ടുണ്ട്, 5 25. അതുപോരാ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കൃതി ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ ഈ കൃത്യങ്ക രൂപത്തിലുള്ളതിൻ്റെ ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതിൻ്റെ കൃത്യങ്ക രൂപത്തിലുള്ളതിൻ്റെ കൃതി ഇരട്ട സംഖ്യ വരണം. ഈവൺ നമ്പർ. ഇവിടെ 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇത് പൂർണ്ണവർഗ്ഗമല്ല. അടുത്ത 0.016. ഇത് ഈ രീതിയിലല്ല, ഇത് ദശാംശ രൂപത്തിലാണ്. ദശാംശ രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ദശാംശത്തിൻ്റെ നമ്മൾ നോക്കേണ്ടത് ദശാംശം ഒഴിവാക്കുക. ദശാംശം ഒഴിവാക്കിയ സംഖ്യ എത്ര? 16. ദശാംശം ഒഴിവാക്കിയ സംഖ്യ 16. അത് പൂർണ്ണവർഗ്ഗമായിരിക്കണം. അത് പൂർണ്ണവർഗ്ഗമാണ് അല്ലേ? 4 4 16. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദശാംശം ഒഴിവാക്കി സംഖ്യയ്ക്ക് മാത്രം റൂട്ടുണ്ടോ നോക്കി. 16 റൂട്ടുണ്ട്, 4 16. അതുപോരാ, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താ അറിയോ? ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ടോ, ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ട് ആ അക്കങ്ങളുടെ എണ്ണം ഇരട്ടയായിരിക്കണം. അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം. ഈവൺ നമ്പർ ആയിരിക്കണം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക? 1 2 3. 3 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ഇരട്ട വരണം പൂർണ്ണവർഗ്ഗമാണെങ്കിൽ. അപ്പോൾ അതും പൂർണ്ണവർഗ്ഗമല്ല. വീണ്ടും അടുത്തത് ഇങ്ങനെ നമ്മൾ ആദ്യത്തെ പോലെയാണ് വരുന്നത് അല്ലേ? 9 × 10 സ്ക്വയർ × 1. 9 പൂർണ്ണവർഗ്ഗമാണ്. 3 9. 10 സ്ക്വയർ നമ്മൾ എന്ത് പറഞ്ഞു? മുകളിലുള്ളത് അതായത് കൃതി ഇരട്ട സംഖ്യ വരണം. അതും ശരിയാണ്. പിന്നെ 1 അതും പൂർണ്ണവർഗ്ഗമാണ്. 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗ്ഗമാണ്. ഇനി നമുക്ക് ഇതും കൂടി നോക്കാം. 36 പൂർണ്ണവർഗ്ഗമാണ്. 6 6 36. പക്ഷേ ഇവിടെ എന്താണ്? കൃതി 5 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഈവൺ നമ്പർ വന്നാലേ പൂർണ്ണവർഗ്ഗമാവുള്ളൂ. അപ്പോൾ ഇതും ഈവൺ നമ്പർ അല്ല. നമ്മുടെ ഉത്തരം ഇതാണ് 9 × 10 സ്ക്വയർ × 1. ഒരു റിബണിൻ്റെ നീളം 5.25 മീറ്റർ.
ഈ റിബണിനെ 3 തുല്യ ഭാഗങ്ങൾ ആക്കിയാൽ അതിൽ ഓരോന്നിൻ്റെയും നീളം കാണുക. നമുക്ക് റിബണിൻ്റെ ആകെ നീളം തന്നിട്ടുണ്ട് 5.25 മീറ്ററാണ്. 5 × 4 ഇതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലത്തെ ഓരോന്നും കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ നീളത്തിനെ എത്ര കഷ്ണങ്ങളാക്കണോ അതുകൊണ്ട് ഹരിക്കുക. ആകെ നീളത്തിനെ എത്ര കഷ്ണങ്ങളാക്കണോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ 5.25 ഹരിക്കണം 3. 5.25 മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നം. അതിനെ മാറ്റാൻ എങ്ങനെ? 5 കൊണ്ട് 4 ഗുണിക്കുക, i 4 20. 1 കൂട്ടുക, 21 അതേ ഛേദിടുക, 21/4. 5 × 4 20. 1 കൂട്ടി 21/4 ഹരിക്കണം. ഈ 3നെ നമുക്ക് വേണമെങ്കിൽ 3/1 ഇടാം. ഏതൊരു സംഖ്യയുടെയും ഛേദമായി നമുക്ക് 1 ഇടാം. അപ്പോൾ ഈ 3/1 3ആണ്. അപ്പോൾ കണക്ക് ചെയ്യേണ്ട സൗകര്യത്തിന് 3ന് നമ്മൾ എന്ത് എഴുതുന്നു? 3/1. ഇനി ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക. എന്താണ്? 21/4. നമുക്കറിയാം ഹരിക്കുക എന്ന് പറയുമ്പോൾ ഹരണചിഹ്നത്തിന് ശേഷമുള്ളതിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഹരണചിഹ്നത്തിന് ശേഷമുള്ള ഭിന്നസംഖ്യ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 21/4 ഇട്ടിട്ട് ഹരണചിഹ്നത്തിന് പകരം ഗുണചിഹ്നം ഇടുക, ഇതിനെ തിരിച്ചിടുക 1/3. അപ്പോൾ നമുക്ക് ഈ 3ഉം 21 വെട്ടിയാൽ മുകളിൽ 7 വരും. ഈ 3ഉം 21 വെട്ടിയാൽ മുകളിൽ 7. അപ്പോൾ 1 × 7 7/4 എന്ന് വരും. നമുക്ക് ഇതിനെ ഇനി മിശ്രഭിന്നാക്കാം. കാരണം നമ്മുടെ അംശം വലുതാണ്. അംശം വലുതും ഛേദം ചെറുതുമായ നമുക്ക് മിശ്രഭിന്നാക്കാം, മിക്സർ ഫ്രാക്ഷൻ. എന്ത് ചെയ്താൽ മതി? അംശത്തിനെ ഛേദം കൊണ്ട് ഹരിക്കുക. ഏതാ? 7നെ 4 കൊണ്ട് ഹരിക്കുക. 7നെ 4 കൊണ്ട് ഹരിക്കണം. 7 4 എത്ര തവണ? 7 4 ഒരു തവണ. 1 4 4 7 4 കുറച്ച് 3. അപ്പോൾ ഈ മുകളിൽ കിട്ടിയത് ഹരണഫലം, താഴെ കിട്ടിയത് ശിഷ്ടം. മുകളിൽ കിട്ടിയത് ഹരണഫലം, താഴെ കിട്ടിയത് ശിഷ്ടം. അപ്പോൾ നമ്മൾ ഉത്തരം എങ്ങനെ എഴുതേണ്ടത്? ഹരണഫലം ആദ്യം എഴുതുക. എത്ര? 1. ഇനി ശിഷ്ടം അംശമായിട്ട് എഴുതുക. അപ്പോൾ 1 എഴുതിയിട്ട് ശിഷ്ടം എത്ര? 3 ഹരിച്ച സംഖ്യ ഛേദമായിട്ട് എഴുതുക. ഏതുകൊണ്ട് ഹരിച്ച്? 4. ഉത്തരം 3/4 മീറ്ററാണ്. എന്ത്? ഈ 3 കഷ്ണങ്ങളാക്കുമ്പോൾ ഓരോ കഷ്ണത്തിൻ്റെയും നീളം വരിക. ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. 14 9 26 ചോദ്യചിഹ്നം. നമുക്കിവിടെ 2 ജോഡി സംഖ്യകൾ തന്നിരിക്കുകയാണ്. 14 9 ഒരു ജോഡി, 26 ഈ ജോഡിയിലത്തെ രണ്ടാമത്തെ സംഖ്യ നമുക്കറിയില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 14ഉം 9ഉം തമ്മിൽ എന്താണോ ബന്ധം, ആ ബന്ധം കണ്ടുപിടിച്ച് അതുപോലെ 26മായി ബന്ധപ്പെട്ട സംഖ്യ കാണണം. അപ്പോൾ നമുക്ക് 14 9 ഈ 14 9 14 നമ്മൾ 9 ആവാൻ വേണമെങ്കിൽ 5 കുറച്ചാൽ മതി. 14 5 കുറച്ചാൽ 9 കിട്ടും. അപ്പോൾ നമുക്കവിടെ അതുപോലെ 26 5 കുറച്ച് 21 കിട്ടും. പക്ഷേ 21 എന്നുള്ളത് ഇവിടെ കിട്ടുന്നത് ഓപ്ഷനിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 5 കുറച്ച് കഴിഞ്ഞാൽ 21 കിട്ടും. പക്ഷേ 21 നമ്മുടെ ഓപ്ഷനിൽ, ഇവിടെ ഓപ്ഷനിൽ എഴുതിയിട്ടില്ല, ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ആ ബന്ധമല്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ കണക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 14 9 മാറുന്നത്? 14 എന്നുള്ള സംഖ്യയിലത്തെ അക്കങ്ങൾ 14 9 അല്ലേ? ഈ 14ത്തെ ആദ്യത്തെ സംഖ്യ എടുക്കുക, അതിൻ്റെ അക്കങ്ങൾ കൂട്ടുക. 14 എന്ന സംഖ്യയിലത്തെ അക്കങ്ങൾ 1 4 5. അക്കങ്ങളുടെ തുക എടുക്കുക, അക്കങ്ങളുടെ തുക എടുക്കുക. 1 4 5, അതിൻ്റെ ഇരട്ടി കാണുക. 5 × 2 10. അതിന് 1 കുറച്ചാൽ 9 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ എടുക്കുക, അക്കങ്ങളുടെ തുക കാണുക, അക്കങ്ങളുടെ തുകയുടെ ഇരട്ടി എടുക്കുക, അതൊന്ന് കുറയ്ക്കുക. അതുപോലെ നമുക്ക് 26 എന്നുള്ള സംഖ്യ എടുക്കുക, അക്കങ്ങളുടെ തുക കാണുക, 2 6 8, ഇരട്ടി എടുക്കുക, 16, 1 കുറച്ചാൽ 15 ഉത്തരം. റൂട്ട് ഓഫ് 0.0081 എത്ര? 0.0081 വർഗ്ഗമൂലം കാണണം. 0.0081 റൂട്ട് കാണണം. ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ കണക്ക് 2 തരത്തിൽ ചെയ്യാം. ആദ്യം ഈ ദശാംശത്തിൻ്റെ ഇടതുവശം നോക്കുക. ദശാംശത്തിൻ്റെ ഇടതുവശത്തെ സംഖ്യ എത്ര? 0. അതിൻ്റെ റൂട്ട് എടുക്കുക 0. ദശാംശത്തിൻ്റെ ഇടതുവശത്ത് 0 അതിൻ്റെ റൂട്ട് 0. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ദശാംശത്തിൻ്റെ ഇടതുവശത്ത് 0. ദശാംശത്തിൻ്റെ ഇടതുവശത്ത് എല്ലാം 0. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇതിൽ നോക്കി ഉത്തരം പറയാൻ പറ്റില്ല, കാരണം എല്ലാത്തിലും ദശാംശത്തിൻ്റെ ഇടതുവശത്ത് 0. ഇനി ദശാംശം കഴിഞ്ഞാൽ നമ്മൾ 2 അക്കം ചേർത്തിയെടുക്കുക. ദശാംശം കഴിഞ്ഞുകൊണ്ട് 2 അക്കം ചേർത്തിയെടുക്കണം. 2 അക്കം ചേർത്തിയെടുത്തപ്പോൾ 0 0 പറഞ്ഞാൽ 0 തന്നെ. അതിൻ്റെ റൂട്ട് എത്രയേ? അതിൻ്റെ റൂട്ട് 0. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ എന്ത് കിട്ടി? ഇതിൻ്റെ റൂട്ട് 0, പിന്നെ പോയിൻ്റ്, ഇതിൻ്റെ റൂട്ടും 0. അപ്പോൾ 0.0 എന്ന് കിട്ടി. അപ്പോൾ 0.09 ഉണ്ട്. ഇത് രണ്ടും വരില്ല. 0.009 ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഒന്നാമത്തെയാണോ നാലാമത്തെയാണോ നോക്കണം. ഇനി നമ്മൾ ഈ 0 0 എടുത്തു, അടുത്ത 2 അക്കം ചേർത്തിയെടുക്കുക. എത്ര? 81. അതിൻ്റെ റൂട്ട് എത്ര? 9. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇതിൻ്റെ റൂട്ട് 0, ഈ 2 0ൻ്റെ കൂടി റൂട്ട് 0. അപ്പോൾ 0.081 റൂട്ട് 9, 0.09 ഉത്തരം. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, നമ്മളിതിലത്തെ ദശാംശം കളയുക. ദശാംശം കളഞ്ഞ സംഖ്യ എത്ര? 81. അതിൻ്റെ റൂട്ട് എടുക്കുക. 81 റൂട്ട് 9. ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കണക്കാക്കുക. ദശാംശം കേട്ടാൽ എത്ര അക്കമുണ്ട്?
4 അക്കമുണ്ട്. അതിൻ്റെ പകുതി എടുക്കുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി, 4ൻ്റെ പകുതി 2. എന്നിട്ട് ഇവിടെ ദശാംശം കേട്ട് 4 അക്കമുണ്ട്, ഇവിടെ ദശാംശം കേട്ട് 2 അക്കം വേണം, പകുതി വരണം. ഇവിടെ ദശാംശം കേട്ട് 4 അക്കം, അതിൻ്റെ റൂട്ട് കാണുമ്പോൾ എന്ത് വേണം? ദശാംശം കേട്ട് 2 അക്കം വരണം. അപ്പോൾ 9ൽ 2 അക്കം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0.8 പോയിന്റ് ഇടണം. ഇപ്പോൾ ദശാംശം കേട്ട് എത്ര അക്കമാണ്? 2 അക്കമാണ്. അങ്ങനെ നമുക്ക് കണക്ക് ചെയ്യാം. ഉത്തരം 0.09. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി വില 66 രൂപ. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി വില 72 രൂപ ആയാൽ ഒരു പേനയുടെ വില എത്ര? ഇത് 7/9/24 നടന്ന ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ LDC പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഒരു പെൻസിലിൻ്റെ വില X എന്നും ഒരു പേനയുടെ വില Y എന്നെടുക്കുക. ഒരു പെൻസിലിൻ്റെ വില X, ഒരു പേനയുടെ വില Y. 3 പെൻസിലിന്, ഇപ്പോൾ 3 പെൻസിലിൻ്റെ ഒരു പെൻസിൽ വില X, അപ്പോൾ 3 പെൻസിലിന് 3X. അതുപോലെ ഒരു പേനയുടെ വില Y ആണ്, അപ്പോൾ 4 പേന 4Y. അപ്പോൾ 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 3X + 4Y എത്രയാണ്? 66 രൂപ. അതുപോലെ 6 പെൻസിൽ, അപ്പോൾ എന്ത് വരും? 6X, 3 പെൻസിൽ 3Y, അത് രണ്ടും കൂടി, അപ്പോൾ 6X + 3Y അത് 72 രൂപയാണ്. അപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങൾ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, 2 സമവാക്യം എഴുതി. നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യത്തിനെ മുഴുവൻ വേണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. രണ്ടാമത്തെ സമവാക്യത്തെ മുഴുവൻ 2 കൊണ്ട് ഹരിക്കാം. ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6Xനെ 2 കൊണ്ട് ഹരിച്ചാൽ 3X + 3Yനെ 2 കൊണ്ട് ഹരിച്ചാൽ 1.5Y, 1.5Y 72നെ 2 കൊണ്ട് ഹരിച്ചാൽ 36. ഈ കിട്ടിയത് നമുക്ക് മൂന്നാമത്തെ സമവാക്യം എന്നെടുക്കുക. ഇതെന്തിനാണ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിൽ Xൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ Xൻ്റെ ഗുണോത്തരം 3, ഈ കിട്ടിയതിലും Xൻ്റെ ഗുണോത്തരം 3 ആണ്. അപ്പോൾ Xൻ്റെ ഗുണോത്തരങ്ങൾ തുല്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് മൂന്നാമത്തെ കുറയ്ക്കുക. അപ്പോൾ 3X നിന്ന് 3X കുറച്ചാൽ 0 ആയി പോയി. അപ്പോൾ നമുക്ക് Y കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം X പോയി. 3X നിന്ന് 3X കുറച്ചാൽ 0. 4Y നിന്ന് 1.5Y കുറച്ചാൽ 2.5Y. 4Y നിന്ന് 1.5Y കുറച്ചാൽ 2.5Y 66 നിന്ന് 30 കുറയ്ക്കുക. 66 നിന്ന് 30 കുറച്ചാൽ 30. അപ്പോൾ 2.5Y 30. Y ഈ ഇൻറ്റു 2.5 അങ്ങോട്ട് എടുക്കുമ്പോൾ Y എന്നാവും 30 ഹരിക്കണം 2.5. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം കളയുക, ഛേദത്തിൽ ദശാംശം കളയുക 25. എന്നിട്ട് ദശാംശത്തിന് ശേഷം എത്ര അക്കമുണ്ടോ അത്രയും പൂജ്യങ്ങൾ അംശത്തിൻ്റെ കൂടെ ഇടുക. ദശാംശത്തിന് ശേഷം എത്ര അക്കമുണ്ടോ ഇവിടെ ദശാംശത്തിന് ശേഷം ഒരു അക്കമുള്ളത്, അപ്പോൾ ഒരു 0 അംശത്തിനെ കൂടെ ചേർക്കുക. അപ്പോൾ 30ൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ 300/25. 300/25 ഹരിച്ച 12 എന്ന് കിട്ടും. ഇത് Y ആണ്. Y നമ്മൾ എന്താ എടുത്തിരുന്നത്? പേനയുടെ വിലയാണ് Y. പേനയുടെ വില 12. നമ്മുടെ ചോദ്യം എന്താ? പേനയുടെ വില ചോദിച്ചു, ഉത്തരം 12 രൂപ. 2 സംഖ്യകളുടെ ഉസാഖ അഥവാ HCF 16, അവയുടെ ലസാഗു അഥവാ LCM 192. ഒരു സംഖ്യ 64, രണ്ടാം സംഖ്യ കാണുക. ഇത് 6/7/2024 നടന്ന UPSC പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു കണക്ക് തന്നാൽ, അതായത് 2 സംഖ്യകളുണ്ട്, ആ സംഖ്യകളുടെ HCF തരും, LCM തരും. ഈ 2 സംഖ്യയിലത്തെ ഒരു സംഖ്യ നമുക്കറിയാം, രണ്ടാം സംഖ്യ കാണണം. ഇങ്ങനെയുള്ള ഒരു കണക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് LCM × HCF സംഖ്യകളുടെ ഗുണനഫലം. LCM × HCF സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ LCM × HCF എത്രയൊക്കെയാണ്? 16 × 192, 192 × 16 സംഖ്യകളുടെ ഗുണനഫലം പറയുമ്പോൾ 2 സംഖ്യ കൂടി കുടിക്കണം. അതിന് നമുക്ക് ഒരു സംഖ്യ അറിയുള്ളൂ, അത് എത്രയാണ്? 64. രണ്ടാം സംഖ്യ അറിയില്ല, അപ്പോൾ നമുക്കത് X എടുത്താൽ 64 × X. അപ്പോൾ 192 × 16 64 × X ആണെങ്കിൽ ഇതിന്ന് എങ്ങനെ X കാണുക? X കാണുമ്പോൾ അതിൻ്റെ കൂടെ ×64 ഉണ്ട്. അപ്പോൾ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. ×64 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 64. അപ്പോൾ X 192 × 16/64. നമുക്ക് ഈ 16ഉം 64ഉം വെട്ടുമ്പോൾ അടിയിൽ 4 വരും. 16ഉം 64ഉം 4 16 64. അപ്പോൾ മുകളിൽ അംശം 192/4, 192/4 ഹരിക്കുമ്പോൾ 19ൽ 4 4 16, ശിഷ്ടം 3 32, 4 32. Xൻ്റെ വില, അതായത് രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 48. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു.
ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ഇത് 11/1/25 നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 2 വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടാങ്കിൻ്റെ ഉള്ളളവ് തന്നിട്ടുണ്ട്. 36 ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് പറഞ്ഞ അർത്ഥം ആ ടാങ്കിൻ്റെ വ്യാപ്തമാണ്, ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്, ടാങ്കിൻ്റെ ഉള്ളളവ്. ഇപ്പോൾ ടാങ്കിൻ്റെ ഉള്ളളവ് എത്രയാണ്? 36 ലിറ്റർ. ഇതിൽ ഒരു 20 ലിറ്റർ വെള്ളം കൂടി, കുറച്ച് വെള്ളം ഉണ്ട് അതിൽ, 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ എന്തായി? 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ ഇതിൽ 36 ലിറ്റർ വെള്ളം കൊള്ളും, അതിൻ്റെ 3/4 ഭാഗമായി മാറി. എന്ത്? വെള്ളം ഒഴിച്ചപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിലാകെ കൊള്ളുക 36 ലിറ്ററാണ്, അതിൻ്റെ 3/4 ഭാഗമായി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അത് കാണുക അല്ലേ? അപ്പോൾ 36 × 3/4 ഈ ടാങ്കിൻ്റെ 3/4 ഭാഗമായി. എപ്പോൾ? അതിലുള്ളതിൻ്റെ കൂടെ 20 കൂടി ഒഴിച്ചപ്പോൾ, ഉള്ളതിൻ്റെ കൂടെ 20 ഒഴിച്ചപ്പോൾ. അപ്പോൾ നമ്മളവിടെ ഉള്ളത് അറിയില്ല, അത് എക്സ് എടുക്കുക, അതാണ് കാണേണ്ടത്. ഉള്ളത് എക്സ്, ഒഴിച്ചത് 20. അപ്പോൾ രണ്ടും കൂടി കൂട്ടണം, എക്സ് + 20. അതായത് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ എന്തായി? ആ ടാങ്കിൻ്റെ 3/4 ഭാഗമായി. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 4 36 വെട്ടുമ്പോൾ 9 വരും. 9 × 4 36. ആ 9 × 3 27 സമം എക്സ് + 20. എക്സ് + 20 27 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 7 ആയിരിക്കും. അപ്പോഴല്ലേ 7ഉം 20ഉം കൂട്ടി 77 വരുള്ളൂ. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 27 20 കുറച്ചാൽ മതി, എക്സ് 7 എന്ന് കിട്ടും. അതായത് ടാങ്കിൽ ആദ്യം എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് സംഖ്യ കാണുക. ഇത് 20/7/2024 നടന്ന LPST പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സംഖ്യ അറിയില്ല, സംഖ്യ എക്സ് എന്ന് എടുക്കുക. സംഖ്യയുടെ 4 മടങ്ങ്, സംഖ്യയുടെ മടങ്ങ് പറഞ്ഞാൽ ഗുണിക്കുകയാണ്. അപ്പോൾ സംഖ്യയുടെ 4 മടങ്ങ് 4x എന്നത് ആ സംഖ്യയേക്കാൾ 2 കുറവായ, സംഖ്യയേക്കാൾ 2 കുറവ്. അപ്പോൾ സംഖ്യ എക്സ് ആണ്, 2 കുറവ് പറയുമ്പോൾ x - 2. സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങ്, അതിൻ്റെ 5 മടങ്ങ്. ഏതിൻ്റെ? സംഖ്യയേക്കാൾ 2 കുറവായത്, അതായത് x - 2. അതിൻ്റെ 5 മടങ്ങ് പറയുമ്പോൾ 5 കൊണ്ട് കുടിക്കണം. അപ്പോൾ x - 2 × 5, 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്, +1. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഇതൊരു സമവാക്യമായി നമുക്കിത് സോൾവ് ചെയ്യണം, നിർദ്ധാരണം ചെയ്യണം. അപ്പോൾ ഇടതുവശം 4x അതുപോലെ ഇട്ടു, സമം ഇവിടെ നമുക്ക് 5 കൊണ്ട് ബ്രാക്കറ്റ് 2നെ കുടിക്കണം, 5 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 2നെ കുടിക്കണം. 5 × x 5x, 5 × -2 -10 -10, പിന്നെ +1. ഇനി നമ്മൾ എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക്, എക്സ് ഒക്കെ സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത്, ഇവിടെ 4x ഉണ്ട്, ഈ 5x എടുത്തു, ഇത് പോസിറ്റീവ് 5x കൊണ്ട് വരുമ്പോൾ -5x സമം ഇപ്പുറത്ത് എന്തൊക്കെ ഉണ്ട്? -10 +1, -10 +1. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടണം, കുറച്ചിട്ട് വലുതിന് ചിഹ്നം. അപ്പോൾ അതിന് 10 നിന്ന് കുറച്ചാൽ 9, ഇതിൽ വലുത് 10 ആണ്, നെഗറ്റീവാണ്. അപ്പോൾ ഉത്തരം -9. ഇവിടെ ഇത് ചെയ്യുമ്പോൾ -9 കിട്ടി. ഇടതുവശത്ത് എന്താ? 4x - 5x എന്ന് പറഞ്ഞാൽ -1x ആണ്. 4x നിന്ന് 5x കുറച്ചാൽ -1x സമം -9. എക്സ് എങ്ങനെ കാണുക? ഈ ഇൻറ്റു എക്സിൻ്റെ കൂടെ ഇൻറ്റു -1 ആ ഇൻറ്റു ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ എക്സ് സമം -9/-1. 9/1 9 ആണ്, നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവ്. ഉത്തരം സംഖ്യ 9. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ഇത് 25/1/2025 നടന്ന 10th പ്രിലിംസ് എക്സാം സ്റ്റേജ് 3 വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്ക് ചോദ്യം എന്താ? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ, ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിൻ്റെ LCM കാണണം. അപ്പോൾ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഏതാ? 1 3 5 7 9. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് 1 3 5 7 9. ഇതിൻ്റെ LCM കാണണം, ലസാഗു കാണണം. അപ്പോൾ നമുക്ക് ഈ 1 പരിഗണിക്കേണ്ട, ബാക്കി 3 5 7 9 എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. 3 5 7 9 എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ ഇത് ഏതെങ്കിലും 1 ഒഴിവാക്കി മറ്റേ ബാക്കി 3 ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും 1 ഒഴിവാക്കി ബാക്കി 3 ഹരിക്കാൻ പറ്റുന്നത് അതുമില്ല. അപ്പോൾ നമ്മൾ 2 ഒഴിവാക്കി ബാക്കി 2 എടുത്ത് നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് 3ഉം 9 എടുത്തു കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 1 ഇറക്കിയിട്ടു, 3ൽ 3 ഒരു 3 3, 5നെ ഹരിക്കാൻ പറ്റില്ല 3 കൊണ്ട്, 5 ഇറക്കിയിട്ടു, 7നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 7 ഇറക്കിയിട്ടു, 9ൽ 3 3 3 9. ഇപ്പോൾ ഇനി താഴെയുള്ള സംഖ്യകൾ 5 7 3 ഇതിനെ ഹരിക്കാൻ ഏത് സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ലസാഗു കാണാൻ ഈ വശത്തുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക. വശത്തുള്ള സംഖ്യയും താഴെയുള്ള എല്ലാ സംഖ്യകളും. ഇപ്പോൾ 3 × 5 × 7 × 3 5 15 × 7 105 × 3. ഉത്തരം 315.